ഐപ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കുവാൻ വേണ്ടി പോകുന്നത് ലോക ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ അഞ്ചാമത്തെ റവല്യൂഷൻ ആയിട്ടുള്ള ചൈനീസ് റവല്യൂഷനാണ്. നമ്മൾ ഇതിനു മുമ്പ് ഇംഗ്ലണ്ടിലെ ഗ്ലോറിയസ് റവല്യൂഷൻ പഠിച്ചു. അതിനുശേഷം അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫ്രഞ്ച് റവല്യൂഷൻ, ചൈനീസ് റവല്യൂഷൻ, റഷ്യൻ റവല്യൂഷൻ. ഇതെല്ലാം ശേഷം ഏറ്റവും അവസാനമായിട്ട് ലോകത്ത് നടന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ലോക ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച മറ്റൊരു റവല്യൂഷനാണ് ചൈനീസ് റവല്യൂഷൻ. നമുക്കറിയാം, ഇതുവരെ നടന്ന അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഇംഗ്ലണ്ടുകാർക്കെതിരെ അമേരിക്കൻ ജനത നടത്തിയ പോരാട്ടമായിരുന്നു. ഇംഗ്ലണ്ടിലെ റവല്യൂഷൻ എന്ന് പറയുമ്പോൾ അവിടുത്തെ ചില ആഭ്യന്തര പ്രശ്നങ്ങൾ മൂലം രാജാക്കന്മാർക്കെതിരെ നടത്തിയ സമരമാണ്. ലാറ്റിൻ അമേരിക്കയിലേക്ക് വരുമ്പോൾ ലാറ്റിൻ അമേരിക്കയിലെ സമരവും ഏകദേശം സമാനമായിരുന്നു. പുറത്തുനിന്ന് വന്ന സ്പെയിൻ, പോർച്ചുഗൽ എന്നീ രാജ്യങ്ങൾക്കെതിരെ നടത്തിയതാണ്. അതോടൊപ്പം തന്നെ റഷ്യൻ റവല്യൂഷൻ അവിടെ ഉണ്ടായിരുന്ന രണ്ട് ഘട്ടമായിട്ട്, ഫെബ്രുവരി റവല്യൂഷൻ ഒന്നും ഒക്ടോബർ റവല്യൂഷൻ ഒന്നും രണ്ട് ഘട്ടമായിട്ട് നിലവിലുള്ള സർ ചക്രവർത്തിമാർക്കെതിരെ ആദ്യ റൗണ്ട് കലാപം നടക്കുന്നു. അതിനുശേഷം അധികാരത്തിലെത്തിയ അലക്സാണ്ടർ കെരൻസ്കിക്കെതിരായിട്ട് ഒക്ടോബർ കലാപവും നടന്നു. അതിനുശേഷം ലോകത്ത് നടന്ന ഏറ്റവും അവസാനത്തെ റവല്യൂഷൻ എന്ന് വിളിപ്പിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ വിശേഷിപ്പിക്കാൻ കഴിയുന്ന റവല്യൂഷനാണ് ദ ചൈനീസ് റവല്യൂഷൻ. അപ്പോൾ നമ്മൾ ആരംഭിക്കുകയാണ് ചൈനീസ് റവല്യൂഷൻ. ചൈനീസ് റവല്യൂഷൻ ആരംഭിക്കുന്നതിന് മുമ്പ്, കലാപത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചൈനയിലെ ചില സാഹചര്യങ്ങൾ നമുക്കറിയണം. ചൈനയിൽ ഏകദേശം കുറേ വർഷങ്ങളായിട്ട്, എനിക്ക് തോന്നുന്നു നൂറ്റാണ്ടുകളായിട്ട് ചൈനയിൽ രാജഭരണമാണ് ഉണ്ടായിരുന്നത്. ഒരുപാട് എംപയറുകൾ, സോങ്, മിങ്, അങ്ങനെ ഒരുപാട് രാജവംശങ്ങൾ ചൈന ഭരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ രാജവംശം, ദ ഫസ്റ്റ് എംപയർ ഓഫ് ചൈന, ക്വിൻ ഡൈനാസ്റ്റിയാണ്. മറക്കരുത്, ചൈനയിലെ ആദ്യത്തെ രാജവംശം. അവ നൂറ്റാണ്ടുകളായിട്ട് രാജഭരണം ഉണ്ടായിരുന്ന, രാജഭരണം നിലനിന്നിരുന്ന ഒരു രാജ്യമാണ് ചൈന. ചൈനയിലെ ആദ്യത്തെ രാജവംശം ഏത് എന്ന് ചോദിച്ചാൽ ക്വിൻ ഡൈനാസ്റ്റി അഥവാ ചിൻ ഡൈനാസ്റ്റി. ക്വിൻ അല്ലെങ്കിൽ ചിൻ, ഏതാണ്? ക്വിൻ അല്ലെങ്കിൽ ചിൻ. അപ്പൊ ക്വിൻ ഡൈനാസ്റ്റി അല്ലെങ്കിൽ ചിൻ ഡൈനാസ്റ്റി എന്നൊക്കെ അറിയപ്പെടുന്ന ഡൈനാസ്റ്റി ആയിരുന്നു ചൈന ഭരിച്ചിരുന്ന ആദ്യത്തെ ഡൈനാസ്റ്റി. അതിലേറ്റവും ശക്തനും അതോടൊപ്പം തന്നെ ചിൻ ഡൈനാസ്റ്റി അഥവാ ക്വിൻ ഡൈനാസ്റ്റിയുടെ സ്ഥാപകനുമായിട്ടുള്ള ഷീ ഹുയാങ് ആയിരുന്നു. ആരാണ്? ഷീ ഹുയാങ് ആയിരുന്നു ആദ്യത്തെ എംപറർ ഓഫ് ചൈന. അപ്പൊ സ്വാഭാവികമായിട്ടും ആദ്യത്തെ രാജവംശം ഏതാണ്? അത് ക്വിൻ ഡൈനാസ്റ്റി അഥവാ ചിൻ ഡൈനാസ്റ്റിയാണ്. അതിന്റെ സ്ഥാപകനായിട്ടുള്ള ഷീ ഹുയാങ് ആയിരുന്നു ആദ്യത്തെ എംപയർ, ദ ഫസ്റ്റ് എംപറർ ഇൻ ചൈന. ആദ്യത്തെ ചൈനീസ് ചക്രവർത്തി ആര് എന്ന് ചോദിച്ചാൽ അത് ഷീ ഹുയാങ് ആണ്. ഹി സ്റ്റാർട്ടഡ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ഗ്രേറ്റ് വാൾ ഓഫ് ചൈന. നമുക്കറിയാം, ലോക മഹാത്ഭുതങ്ങളിൽ ഒന്നാണ് ചൈനയിലെ വൻമതിൽ. ആ ചൈനയിലെ വൻമതിലിന്റെ നിർമ്മാണം ആരംഭിച്ചത്, ഈ തല അല്ലെങ്കിൽ ആ വൻമതിലിനെ എന്ന് പറയുന്ന ആ ബുദ്ധി ആരുടെ തലയിലാണ് ഉദിച്ചത് എന്ന് ചോദിച്ചാൽ ഷീ ഹുവാങ്ങിന്റെ തലയിലാണ്. ഷീ ഹുവാങ് ആരായിരുന്നു? ദ ഫസ്റ്റ് എംപറർ ഓഫ് ചൈന. ചൈനയിലെ ആദ്യത്തെ ചക്രവർത്തി, ചൈന ഭരിച്ച ആദ്യത്തെ ചക്രവർത്തി ആര് എന്ന് ചോദിച്ചാൽ ഷീ ഹുവാങ് ആണ്. അദ്ദേഹമാണ് ക്വിൻ ഡൈനാസ്റ്റി അഥവാ ചിൻ ഡൈനാസ്റ്റി സ്ഥാപിക്കുന്നത്. അദ്ദേഹം തന്നെയാണ് ഗ്രേറ്റ് വാൾ ഓഫ് ചൈന, ചൈനീസ് വൻമതിലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച ചൈനീസ് ചക്രവർത്തി ആര് എന്ന് ചോദിച്ചാലും ഷീ ഹുവാങ് ആണ്. അതോടൊപ്പം തന്നെ ദ ലാസ്റ്റ് ഡൈനാസ്റ്റി ടു റൂൾ ഇൻ ചൈന. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ചൈനീസ് റവല്യൂഷൻ ആരംഭിക്കണമെങ്കിൽ ഈ പേര് നമുക്ക് മറക്കാൻ പറ്റില്ല. ക്വിൻ ഡൈനാസ്റ്റിയാണ്. ക്വിൻ ഡൈനാസ്റ്റി എന്നായിരിക്കില്ല പല പുസ്തകങ്ങളിലും കാണുന്നത്. കാരണം ഇങ്ങനെ ഒരു പേര് ആ ഡൈനാസ്റ്റിക്കുണ്ട്. ഏതാണ്? മഞ്ജു ഡൈനാസ്റ്റി. അപ്പൊ മഞ്ജു ചേച്ചിയായിരുന്നു ചൈന ഭരിച്ച അവസാനത്തെ രാജവംശം എന്ന് ഓർക്കുക. അപ്പോൾ ക്വിന്നിൽ തുടങ്ങി ക്വിങ്ങിൽ അവസാനിക്കുന്ന, ചിന്നിൽ തുടങ്ങി മഞ്ജുവിൽ അവസാനിക്കുന്ന ചൈനീസ് രാജവംശങ്ങൾ. അപ്പൊ അവസാനത്തെ ചൈനീസിലെ രാജവംശം ഏത് എന്ന് ചോദിച്ചാൽ ക്വിങ് ഡൈനാസ്റ്റി അഥവാ മാഞ്ചു ഡൈനാസ്റ്റി എന്നും മഞ്ജു ഡൈനാസ്റ്റി എന്നും പറയുന്ന ഡൈനാസ്റ്റിയാണ്. ദ ലാസ്റ്റ് റൂളർ ഓഫ് മഞ്ജു ഡൈനാസ്റ്റി പുയി. ആരാണ്? പുയി എന്ന് പറഞ്ഞാൽ രാജഭരണം അവസാനിപ്പിച്ച സംഭവമാണ് ചൈനീസ് റവല്യൂഷൻ. അപ്പൊ സ്വാഭാവികമായിട്ടും ചൈനയിൽ വിപ്ലവം നടക്കുന്ന സമയത്ത്, ആദ്യ റൗണ്ട് വിപ്ലവങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ചൈന ഭരിച്ചിരുന്ന ചക്രവർത്തിയാണ് പുയി. ആ പുയി മഞ്ജു ഡൈനാസ്റ്റിയിലെ അവസാനത്തെ ചക്രവർത്തി ആയിരുന്നുവെന്ന് ഓർക്കുക. അപ്പൊ മറക്കരുത്, പുയിയെ മറക്കരുത്. ആരെ മറന്നാലും പുയി മറക്കരുത്. കാരണം പുയി അവസാനം പുയി ആയി പോവുകയാണ് ഏത് റവല്യൂഷന് ശേഷം? ചൈനീസ് റവല്യൂഷന് ശേഷം. അപ്പൊ ചൈനയിലെ രാജഭരണത്തിനെതിരായി നടന്ന കലാപമാണോ ചൈനീസ് റവല്യൂഷൻ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ചൈനയിൽ ഒരുപാട് കാലങ്ങളായിട്ട് നടന്ന റവല്യൂഷനാണ് ചൈനീസ് റവല്യൂഷൻ. ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതൊന്നുമല്ല. ചൈനയിലെ രാജഭരണത്തിന്റെ കൊള്ളരുതായ്മയൊക്കെ ഈ കലാപത്തിന് കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മഞ്ജു ഡൈനാസ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചൈനീസ് കലാപം നടക്കുന്ന സമയത്തെ രാജവംശം ഏത് എന്ന് ചോദിച്ചാൽ മഞ്ജു ഡൈനാസ്റ്റിയാണ്. ചൈനയിലെ അവസാനത്തെ രാജാവായിരുന്ന പുയി ഏത് രാജവംശക്കാരനാണ് എന്ന് ചോദിച്ചാൽ അത് മഞ്ജു ഡൈനാസ്റ്റി ആണ് എന്ന് ഓർക്കുക. അടുത്തത് നോക്കിയേ,
The Italian traveler who visited Chinese region and introduced Chinese tradition and culture throughout Europe. ചൈനയിലേക്ക് സഞ്ചാരത്തിനായിട്ട് എത്തുകയും ചൈന നമ്മൾ ഉദ്ദേശിക്കുന്ന ചൈനയല്ല എന്ന് യൂറോപ്യന്മാരോട് പോയി പറയുകയും ചെയ്ത ഇറ്റാലിയൻ സഞ്ചാരി ആര് എന്ന് ചോദിച്ചാൽ മാർക്കോ പോളോയാണ്. മറക്കരുത്. അപ്പോൾ ചൈനീസ് റവല്യൂഷൻ ഉണ്ടാകാൻ കാരണം യൂറോപ്യന്മാരുടെ ആഗമനമൊക്കെയാണ്. യൂറോപ്യന്മാർ കച്ചവടം നടത്താൻ വേണ്ടിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ചൈനയിലേക്ക് യൂറോപ്യന്മാരെ ആകർഷിച്ചത് ആരുടെ പുസ്തകങ്ങളാണ്? മാർക്കോ പോളോയുടെ യാത്രാ വിവരണങ്ങളാണ്. കാരണം അത്ര മനോഹരമായിട്ടാണ് മാർക്കോ പോളോ എവിടെ വന്നപ്പോൾ, ചൈനയിൽ വന്നപ്പോൾ കണ്ട കാഴ്ചകൾ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ ഇറ്റാലിയൻ ട്രാവലർ ആയിരുന്ന മാർക്കോ പോളോ തന്റെ പുസ്തകങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ മാർക്കോ പോളോയും എന്തിന് കാരണമാണ്? ചൈനീസ് റവല്യൂഷന്റെ ഒരു കാരണമാണ് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ. ദ ബ്ലാക്ക് വാർ ആർ അസോസിയേറ്റഡ് വിത്ത്, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, കറുപ്പ് യുദ്ധങ്ങൾ. ഏതാണ് കറുപ്പ് യുദ്ധം അഥവാ ബ്ലാക്ക് വാർസ് ഏത് റവല്യൂഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ചൈനീസ് റവല്യൂഷനാണ്. ഫ്രഞ്ച് ആണോ? അല്ല. ലാറ്റിൻ അമേരിക്കയാണോ? അല്ല. റഷ്യയാണോ? അല്ല. പിന്നെ ഏതാണ്? ചൈനീസ് റവല്യൂഷനുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ് ബ്ലാക്ക് വാർ. അപ്പോൾ എന്താണ് ബ്ലാക്ക് വാർ എന്ന് നമ്മൾ നോക്കണം. നോക്കേ, there was a trade between England and China. നിങ്ങൾ നോക്കിയടേ, വർഷങ്ങളായിട്ട്, അതായത് ചൈനീസിലൊക്കെ റവല്യൂഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ, മഞ്ജു ഡൈനാസ്റ്റിക്കൊക്കെ മുമ്പ് തന്നെ ഇംഗ്ലണ്ടും ചൈനയും തമ്മിൽ എന്തുണ്ടായിരുന്നു? കച്ചവട ബന്ധം ഉണ്ടായിരുന്നു. പക്ഷെ ആ കച്ചവടത്തിൽ ഒരു ചെറിയ കല്ലുകടി ഉണ്ടായിരുന്നു. ഇതാണത്. Many products were exported from China to England, but a single item was not allowed to be imported into China from England. അതായത് ഇംഗ്ലണ്ടിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ ഇംഗ്ലണ്ടുകാർ ചൈനയിൽ നിന്ന് കയറ്റുമതി ചെയ്തുകൊണ്ട് പോകും. പക്ഷെ ഇംഗ്ലണ്ടുകാരുടെ ഒരു സാധനവും എവിടെ ഇറക്കാൻ? ചൈനയിൽ ഇറക്കാൻ ചൈനക്കാർ സമ്മതിക്കില്ല. അപ്പൊ അതാണ് പ്രശ്നം. എന്താണ്? ചൈനയിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ, അതിനകത്ത് പാത്രങ്ങൾ ഉണ്ടായിരുന്നു, പട്ടുണ്ടായിരുന്നു, സിൽക്ക് പ്രോഡക്ട്സ് ഉണ്ടായിരുന്നു. ഇതെല്ലാം ചൈനയിൽ നിന്ന് കളക്ട് ചെയ്ത് ആര് കൊണ്ടുപോകുമായിരുന്നു? നമ്മുടെ ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോകും. പക്ഷെ ഇംഗ്ലണ്ടിന്റെ ഒരു ഐറ്റവും ഇവിടെ വേണ്ട, ചൈനയിലേക്ക് വേണ്ട എന്നുള്ളതാണ് ആരുടെ നിലപാട്? ചൈനക്കാരുടെ നിലപാട്. നോക്കിയേ, ദിസ് കോസ്ഡ് ഹ്യൂജ് ലോസ് ടു ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അങ്ങനെ ഒരു സാധനം പോലും ചൈനയിലേക്ക് വിൽക്കാൻ പറ്റുന്നില്ല. ചൈനയുടെ സാധനമല്ല ഞങ്ങൾ മേടിക്കുന്നു. അങ്ങനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അഥവാ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് എന്തുണ്ടാവുകയാണ്? ഹ്യൂജ് ലോസ്, വലിയ നഷ്ടമുണ്ടാകും. സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നതാണ്. നമ്മുടെ സാധനം മേടിക്കാൻ വയ്യ, പക്ഷെ അവരുടെ സാധനം നമ്മൾ മേടിക്കണം. ഇതാണ് ചൈനയുടെ സ്റ്റാൻഡ്. കാരണം ഈ ഇംഗ്ലണ്ടുകാരെ എന്തുകൊണ്ടാണ് ചൈനയിലേക്ക് കയറ്റാത്തതെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ചൈനീസ് പ്രോഡക്ട്സ് എന്താണ്, ഇംഗ്ലണ്ടിന്റെ പ്രോഡക്ട്സ് എന്താണ് ചൈനക്കാർ വേണ്ട എന്ന് പറയാനുള്ള കാരണമെന്ന് ചോദിച്ചാൽ, ഇംഗ്ലണ്ടുകാർ എവിടെയൊക്കെയാണോ തന്റെ സാധനങ്ങളുമായിട്ട് വിൽക്കാൻ പോകുന്നത് ആ രാജ്യങ്ങളെ അവർ എന്താക്കി മാറ്റും? കോളനിയാക്കി മാറ്റിയിട്ടുണ്ട്. അത് ഇന്ത്യയിലായാലും അമേരിക്കയിലായാലും മറ്റേതെങ്കിലും ഏഷ്യൻ രാജ്യങ്ങളിലായാലും അവർ ചെയ്തതാണ്. ചെത്തിപ്പറിച്ച മിറ്റത്ത് കയറ്റാൻ കൊള്ളില്ല ആരെ? ഇംഗ്ലണ്ടുകാരെ. ആ അവസ്ഥയാണ്. അപ്പൊ എന്തായാലും നിങ്ങളുടെ ഒരു സാമാനവും ഞങ്ങൾക്ക് വേണ്ട എന്നുള്ള സ്റ്റാൻഡാണ് ആർക്ക്? ചൈനക്കാർക്ക്. അതുകൊണ്ട് തന്നെ ചൈനക്കാരുടെ സാധനമെല്ലാം ആര് മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്? ഇംഗ്ലണ്ടുകാർ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ഇംഗ്ലണ്ടിന്റെ ഒരു സാധനം പോലും ആർക്ക് കിട്ടുന്നില്ല? ചൈനയിലേക്ക് ഇറക്കാനായിട്ട് ഇവന്മാരിട്ട് സമ്മതിക്കുന്നില്ല. അങ്ങനെ ചൈനക്കാരുടെ ബുദ്ധി നോക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും എങ്ങനെയെങ്കിലും ചൈനയ്ക്ക് ഇട്ടൊന്ന് പണിയാൻ ആര് തീരുമാനിച്ചു? ഇംഗ്ലണ്ടുകാർ തീരുമാനിച്ചു. കാരണം ഒന്നാമതേ ഞങ്ങൾക്ക് നഷ്ടമാണ്. അപ്പോൾ എന്തായാലും ചൈനയിലേക്ക് കച്ചവട ബന്ധം ഇല്ല എങ്കിൽ ഇംഗ്ലണ്ടിന്റെ അവസ്ഥ വളരെ പരിതാപകരം. കാരണം ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യ അന്ന് ഉണ്ടായിരുന്ന രാജ്യം ഏതാണ്? ചൈനയാണ്. അപ്പോൾ വേറെ ഒരു 10 രാജ്യവുമായിട്ട് കച്ചവട ബന്ധത്തിൽ ഏർപ്പെട്ടാൽ കിട്ടുന്നതിന്റെ ഇരട്ടി ലാഭം ഈ ചൈന എന്ന് പറയുന്ന ഒരു രാജ്യവുമായിട്ട് മാത്രം കച്ചവട ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ആർക്ക് കിട്ടുമായിരുന്നു? ഇംഗ്ലണ്ടുകാർക്ക് കിട്ടുമായിരുന്നു. അതുകൊണ്ട് തന്നെ ചൈനക്കാർ പക്ഷേ ഇതിനൊട്ടും സമ്മതിക്കുന്നില്ല. ചൈനയുടെ തീരപ്രദേശങ്ങളിലേക്ക് ഇംഗ്ലണ്ടുകാരുടെ കപ്പൽ വരുമ്പോൾ ഓടിച്ചെന്നവന്മാർ കല്ലുറക്കി ഇറങ്ങണ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അയ്യത്ത് കയറരുത് എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം അത്രയ്ക്ക് ഇഷ്ടമായിരുന്നില്ല ഇംഗ്ലണ്ടുകാരെ ആർക്ക്? ചൈനക്കാർക്ക്. പക്ഷേ ചൈനയുടെ പ്രോഡക്റ്റ് ആര് മേടിച്ചുകൊണ്ട് പോവുകയും ചെയ്യും? ഇംഗ്ലണ്ടുകാർ മേടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും ചൈനയ്ക്ക് ഇട്ടൊരു പണി കൊടുക്കണം. ആരുടെ ചിന്തയാ? ഇംഗ്ലണ്ടുകാരന്റെ ചിന്ത. അതാണ്, പണി കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ദെൻ ഇംഗ്ലണ്ട് എക്സ്പോർട്ടഡ് ഒപ്പിയം ടു ചൈന ഇൻ എ ലാർജ് ക്വാണ്ടിറ്റീസ്. യെസ്, അതാണ് നൈസായിട്ടൊരു പണി കൊടുക്കുന്നു. എന്താ? പതുക്കെ ഇംഗ്ലണ്ടുകാർ ചൈനയിലേക്ക് കറുപ്പെന്ന് പറയുന്ന സാധനം, എന്താണ്? ഒപ്പിയം. ഒപ്പിയം എന്ന് പറഞ്ഞാൽ ഒരു ലഹരിയാണ്. കഞ്ചാവ് എന്നൊക്കെ നമ്മൾ നാടൻ ഭാഷയിൽ പറയുന്നത് പോലെ ഒപ്പിയം എന്ന് പറഞ്ഞാൽ ഒരു ലഹരി പദാർത്ഥമാണ്, ഒരു ലഹരി വസ്തുവാണ്. അപ്പോൾ ഈ ഒപ്പിയം എന്ന് പറയുന്ന സാധനം വൻതോതിൽ എങ്ങോട്ടേക്ക് കയറ്റുമതി ചെയ്യുകയാണ്? ചൈനയിലേക്ക് കയറ്റുമതി ചെയ്യുന്നു. ആര്? ഇംഗ്ലണ്ടുകാർ. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സംശയം, നേരത്തെ സാറല്ലേ പറഞ്ഞത് ഇംഗ്ലണ്ടുകാരിലെ ഒരു സാധനം പോലും ചൈനയിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഒപ്പിയം എന്ന് പറയുന്ന സാധനം അവർ ചൈനയിലേക്ക് കൊണ്ടുവന്നത്? സ്വാഭാവികം ന്യായമായ ചോദ്യമാണ്. അതിന് ബുദ്ധിമുണ്ട്. ഇംഗ്ലണ്ടുകാർക്ക് ഇഷ്ടം പോലെ ബുദ്ധി ഉണ്ടായിരുന്നു. ഓക്കെ, ചൈന എന്ന് പറയുന്ന സ്ഥലം ഇതാണ് എങ്കിൽ ചൈനയ്ക്ക് തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യങ്ങളെല്ലാം ആരുടെ കോളനികളായിരുന്നു? ഇംഗ്ലണ്ടുകാരുടെ കോളനി. ഇന്ത്യ അടക്കം ആരുടെ കോളനിയാ? അപ്പൊ ചൈനയ്ക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളെല്ലാം ആരുടെ കോളനിയാ? ഇംഗ്ലണ്ടിന്റെ കോളനിയാ. ഇതാണ് ഇന്ത്യ ചൈന ബോർഡർ എന്ന് സങ്കല്പിക്കുക.
അപ്പോൾ സ്വാഭാവികമായിട്ടും ഇംഗ്ലണ്ട് ഇത്രയും ഭാഗം ഇതിൻ്റെ ഇങ്ങോട്ടുള്ള മുഴുവൻ ഭാഗവും ആരുടെ കയ്യിലിരിക്കുക, ഇംഗ്ലണ്ടിൻ്റെ കയ്യിലിരിക്കുക. ഈ വേലിയുടെ അപ്പുറത്ത് നിന്നുകൊണ്ട് നൈസായിട്ട് ഈ ഒപ്പിയം പൊതിഞ്ഞ് അങ്ങോട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചൈനയിലെ ഒരു ചെറുക്കൻ അപ്പുറത്ത് ഇപ്പോൾ ഉണ്ടായിരുന്ന അവന് ഈ ഒപ്പിയം കിട്ടും. അവൻ എന്ത് ചെയ്യും? അത് വലിക്കും. വലിച്ചു നോക്കുമ്പോൾ എന്നാ രസമാണ്, ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകുന്നു, ചിറക് വിരിക്കുന്നു, മാലാഖമാരെ പോലെ ഇങ്ങനെ പടർന്ന് നടക്കുന്നതായിട്ടൊക്കെ തോന്നുന്നു. സ്വാഭാവികമായിട്ട് അവനെ പോയി അവൻ്റെ അപ്പുറത്തെ കൂട്ടുകാരനോട് പറയും, അളിയ ഒരു സാധനം വലിച്ചാൽ മാലാഖമാരെ പോലെ പറക്കാമെന്ന് പറയും. അപ്പോൾ സ്വാഭാവികമായിട്ട് അവൻ്റെ കൂട്ടുകാരന് വന്ന് ഇത് വലിക്കും. അങ്ങനെ ഈ സൈഡിൽ കിടക്കുന്ന രാജ്യങ്ങൾ വഴിയാണ് ചൈനയിലേക്ക് വൻതോതിൽ എന്ത് ഇറക്കുമതി ചെയ്തത്? ഈ ഒപ്പിയം എന്ന് പറയുന്ന സാധനം ഇറക്കുമതി ചെയ്ത് കപ്പലിലേക്ക് ചൈനയിലേക്ക് വന്നതാണെങ്കിൽ ഇംഗ്ലണ്ടുകാർ കപ്പലിനകത്തൂടെ ചൈനയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആമാര് കല്ല് പറക്കി എറിയും. അതുകൊണ്ട് തൊട്ടടുത്ത് കിടക്കുന്ന തങ്ങളുടെ കോളനികൾ വഴിയാണ് ഈ ഒപ്പിയം എന്ന് പറയുന്ന സാധനം വൻതോതിൽ എങ്ങോട്ടേക്ക്? ചൈനയിലേക്ക് ആര് ഇറക്കുമതി ചെയ്യുകയാടെ? ഇംഗ്ലണ്ടുകാർ ഇറക്കുമതി ചെയ്യുന്നു. ഇനി എന്ത് സംഭവിച്ചു? ദിസ് ലെഡ് ടു ദ വാർ ബിറ്റ്വീൻ ഒപ്പിയം. ഇതാണ് ഇംഗ്ലണ്ടും ചൈനയും തമ്മിൽ ഒപ്പിയം എന്ന് പറയുന്ന യുദ്ധം ആരംഭിക്കാൻ കാരണം. അപ്പൊ ആരൊക്കെ തമ്മിൽ നടന്ന യുദ്ധം? ഇംഗ്ലണ്ടും ചൈനക്കാരും തമ്മിൽ നടന്നിട്ടുണ്ട്. ഈ ഒപ്പിയം എന്ന് പറയുന്ന സാധനം വലിച്ച് ചൈനക്കാരെല്ലാം അടിച്ച് കിൻഡായിട്ട് കിറിഞ്ചി കിടക്കുക. മനസ്സിലായി? അപ്പൊ തങ്ങളെ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയാണ് ഈ ഒപ്പിയം എന്ന് പറയുന്ന സാധനം ഞങ്ങളുടെ രാജ്യത്തേക്ക് കൊണ്ടുവന്നത് എന്ന് ആരോപിച്ച് ഇംഗ്ലണ്ടും ചൈനയും തമ്മിൽ നടന്ന യുദ്ധങ്ങളെ വിളിക്കുന്ന പേരാണ് ബ്ലാക്ക് വാർ അഥവാ കറുപ്പ് യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പൊ കറുപ്പ് യുദ്ധം ഏത് റവല്യൂഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ചൈനീസ് റവല്യൂഷനുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ് ബ്ലാക്ക് വാർ എന്ന് ഓർക്കുക. എന്നാൽ ഇംഗ്ലണ്ട് വാസ് ദ വിക്ടോറിയസ് ഇൻ ദീസ് വാർസ്. എന്നാൽ ഈ യുദ്ധങ്ങളിൽ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല. ചൈനക്കാർ ആർക്ക് മുമ്പിൽ പരാജയപ്പെടുകയാണ്? ഇംഗ്ലണ്ടുകാർക്ക് മുമ്പിൽ പരാജയപ്പെടുന്നു. അപ്പൊ ചൈനീസ് റവല്യൂഷൻ തുടങ്ങാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ. അപ്പൊ ചൈനീസ് റവല്യൂഷൻ തുടങ്ങുന്നതിന് മുമ്പ് ചൈനയും ഇംഗ്ലണ്ടും തമ്മിൽ നടന്ന യുദ്ധങ്ങളെ വിളിക്കുന്ന പേരാണ് ബ്ലാക്ക് വാർ. അതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ ഇംഗ്ലണ്ടിൽ നിന്ന് ഒരു സാധനം പോലും ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ ഇംഗ്ലണ്ടുകാരെ ആരും സമ്മതിച്ചിരുന്നില്ല, ചൈനക്കാർ സമ്മതിച്ചിരുന്നില്ല. ഇത് വലിയ കമ്പനി വലിയ നഷ്ടമാർക്കുണ്ടാക്കുന്നു, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഉണ്ടാക്കുന്നു. അപ്പൊ ഈ അങ്ങനെയെങ്കിലും ചൈനയുമായിട്ട് കച്ചവട ബന്ധം സ്ഥാപിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി അവര് ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി ഒപ്പിയം എന്ന് പറയുന്ന ലഹരി വസ്തു എങ്ങോട്ടേക്ക് കയറ്റുമതി ചെയ്യുന്നു? ചൈനയിലേക്ക് കയറ്റുമതി ചെയ്യുന്നു. ഇത് തങ്ങൾക്ക് എതിരാണ് എന്ന് മനസ്സിലാക്കിയ ചൈനക്കാർ ആർക്കെതിരെ പ്രതികരിക്കുന്നു? ഇംഗ്ലണ്ടുകാർക്കെതിരെ പ്രതികരിക്കുന്നു. ഇതാണ് ഇംഗ്ലണ്ടും ചൈനയും തമ്മിൽ എന്താരംഭിക്കാൻ കാരണം? യുദ്ധം ആരംഭിക്കാൻ കാരണം. ഈ യുദ്ധങ്ങളെ വിളിക്കുന്ന പേരാണ് ബ്ലാക്ക് വാർസ്. അപ്പോഴും എന്താ ആരംഭിച്ചിട്ടില്ല? ചൈനീസ് റവല്യൂഷൻ ആരംഭിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കാം. The port where the Chinese captured a British ships carrying opium. അങ്ങനെ ഒരു ദിവസം അങ്ങനെ ഇത് ആളുകളൊക്കെ ഈ അതിർത്തി പ്രദേശങ്ങളിലൂടെ ഒപ്പിയം എന്ന് പറയുന്ന സാധനം ചൈനയിലേക്ക് എത്തി. അങ്ങനെ ചൈനക്കാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമായിട്ട് എന്ത് മാറുന്നു? ഒപ്പിയം എന്ന് പറയുന്ന ഈ സാധനം മാറുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഒളിഞ്ഞു മാത്രം നടത്തിയിരുന്ന കച്ചവടം പരസ്യമായിട്ട് ആര് നടത്താൻ വേണ്ടി തുടങ്ങി? ഇംഗ്ലണ്ടുകാർ തുടങ്ങി. അങ്ങനെ അവര് കപ്പലിലൂടെയൊക്കെ ഈ സാധനം കൊണ്ടുവരാൻ പോയി. ഇതറിഞ്ഞ ചൈനക്കാര് ആ കപ്പലെല്ലാം കൂടി എന്ത് ചെയ്യുന്നു? എടുത്ത് കത്തിച്ച് കളയുകയാണ്, അല്ലെങ്കിൽ ആ കപ്പൽ പിടിച്ചെടുത്ത് അത് നശിപ്പിക്കുന്നു. അത് ഏത് തുറമുഖത്ത് വെച്ചാണ് എന്ന് ചോദിച്ചാൽ നഞ്ചിങ് പോർട്ട് ആണ്. മറക്കരുത്, ചൈനയിലെ പ്രധാനപ്പെട്ട പോർട്ടായ നഞ്ചിങ് പോർട്ട് എന്ന് പറയുന്ന തുറമുഖത്ത് വെച്ചാണ് ആ ബ്രിട്ടീഷുകാർ കറുപ്പുമായിട്ട് കൊണ്ടുവന്ന കപ്പൽ ആര് പിടിച്ചെടുക്കുന്നത്? ചൈനക്കാർ പിടിച്ച. അപ്പൊ ഇംഗ്ലണ്ടുകാർ കറുപ്പുമായിട്ട് ഒപ്പിയവുമായിട്ട് വന്ന കപ്പൽ ചൈനക്കാർ പിടിച്ചെടുക്കുന്നത് ഏത് പോർട്ടിൽ വെച്ച്? നഞ്ചിങ് പോർട്ട് എന്ന് പറയുന്ന പോർട്ടിൽ വെച്ച്. ഇനി നോക്കിയേ, അങ്ങനെ ചൈനക്കാർ പതുക്കെ എവിടെ പിടിച്ചെടുത്തു? അല്ല, ചൈനയിലേക്ക് ആര് വന്നു? ഇംഗ്ലണ്ടുകാർ പതുക്കെ ചൈനയിൽ കച്ചവട ബന്ധം സ്ഥാപിച്ചു. അപ്പോൾ ഒരൊറ്റ ചൈന, ഇംഗ്ലണ്ടുകാർ പോലും ചൈനയിലേക്ക് വരരുത് എന്ന് പറഞ്ഞിരുന്ന സ്റ്റാൻഡ് എടുത്ത രാജ്യമാണ് ചൈന. പക്ഷേ ഒപ്പിയം ട്രേഡ് നടത്തി ഇംഗ്ലണ്ടുകാർ മൂടോടെ ഇപ്പോൾ എവിടെയുണ്ട്? ചൈനയിലുണ്ട്. നേരത്തെ ചൈനക്കാരൊക്കെ അല്ലെങ്കിൽ ഈ ഇംഗ്ലണ്ടുകാരുടെ കപ്പൽ വരുന്ന സമയത്ത് ഓടിപ്പിടിച്ച് തല്ലിപ്പൊട്ടിക്കാനൊക്കെ ഇവർ ചെല്ലുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാ എണ്ണം കഞ്ചാവ് വലിച്ച് ടിങ്കിൾ ഇസ്റ്റൽ സാറും പറഞ്ഞുകൊണ്ട് ഓടെ കിടക്കുക. ആ ഗ്യാപ്പിലൂടെ ആര് വന്ന് കയറി? ചൈനയിലേക്ക് ഇംഗ്ലണ്ടുകാർ കയറി. ഇംഗ്ലണ്ടിന്റെ പുറകെ യൂറോപ്യൻ രാജ്യങ്ങൾ മൂടോടെ വന്ന് ഇവിടെ കയറുന്നു. അപ്പോഴും ചൈനയുമായിട്ട് കച്ചവട ബന്ധം സ്ഥാപിക്കാൻ ആർക്ക് പറ്റിയില്ല? USA പറ്റിയില്ല. കാരണം എല്ലാ രാജ്യങ്ങളും വന്ന് കയറി. അവസാനം US വന്നപ്പോൾ താമസിച്ചു പോയി. അങ്ങനെ ആ വാതിലങ്ങ് അടച്ചു. ചൈനക്കാർ തങ്ങളുടെ വാതിലടച്ച് ഇനി ഒരൊറ്റ എടുത്തു ഞങ്ങളുടെ രാജ്യത്ത് കയറണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ വാതിലടച്ചിട്ടു. പക്ഷേ ചൈനക്കാരിലേക്ക് കയറാൻ വേണ്ടി ആര് വന്നിരുന്നു? അമേരിക്കയ്ക്കും വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ the policy implemented by the USA to establish a trade relationship with China. അപ്പൊ നിങ്ങളുടെ ആ അടച്ചിട്ടിരുന്ന വാതിൽ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് തുറന്നു തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അമേരിക്ക കൊണ്ടുവന്ന ഒരു പോളിസിയുടെ പേരാണ് ഓപ്പൺ ഡോർ പോളിസി. മറക്കരുത്, ഏതാണ്?
ഓപ്പൺ ഡോർ പോളിസി. അപ്പോൾ ഓപ്പൺ ഡോർ പോളിസി ചൈനയിൽ കൊണ്ടുവന്നത് ആര് എന്ന് ചോദിച്ചാൽ അമേരിക്കയാണ്. എന്തിനു വേണ്ടിയാ കൊണ്ടുവന്നത്? ചൈനയുമായിട്ട് കച്ചവട ബന്ധം സ്ഥാപിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അമേരിക്ക കൊണ്ടുവന്ന ഒരു പോളിസിയുടെ പേരാണ് ഓപ്പൺ ഡോർ പോളിസി. ചൈനയുമായിട്ട് കച്ചവട ബന്ധം നടത്തുവാൻ വേണ്ടി ഇംഗ്ലണ്ടുകാർ പ്രയോഗിച്ച തന്ത്രത്തിന്റെ പേരാണ് ഒപ്പിയം ട്രേഡ്. ആ ഒപ്പിയം ട്രേഡാണ് പിന്നീട് ഏത് യുദ്ധത്തിന് കാരണമായത്? ബ്ലാക്ക് വാറിന് കാരണമായത്. ആ ബ്ലാക്ക് വാർ ആരൊക്കെ തമ്മിൽ നടന്ന യുദ്ധമാണ്? ഇംഗ്ലണ്ടും ചൈനയും തമ്മിൽ നടന്ന യുദ്ധമാണ്. ആ ബ്ലാക്ക് വാറിൽ ആർക്കായിരുന്നു അന്തിമ വിജയം? ഇംഗ്ലണ്ടിനായിരുന്നു. അങ്ങനെ ഇംഗ്ലണ്ടുകാർ മൂടോടെ എവിടെ വന്നു? ചൈനയിൽ വന്നു. അങ്ങനെ ബാക്കിയുള്ള യൂറോപ്യൻ രാജ്യങ്ങളും വന്നേ, പക്ഷെ ആർക്ക് വരാൻ പറ്റിയില്ല? അമേരിക്കയ്ക്ക് വരാൻ പറ്റിയില്ല. അമേരിക്ക വന്നപ്പോഴത്തേന് ഡോർ അടഞ്ഞു കിടക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്കും എന്ത് വേണം? ചൈനയിൽ കച്ചവടം നടത്താൻ അധികാരം തരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കൊണ്ടുവന്ന ഒരു പോളിസിയുടെ പേര്. ആര് കൊണ്ടുവന്ന പോളിസി? അമേരിക്ക കൊണ്ടുവന്ന പോളിസി. എവിടെ കൊണ്ടുവന്ന പോളിസി? ചൈനയിൽ കൊണ്ടുവന്ന പോളിസി. പോളിസിയുടെ പേര് ഓപ്പൺ ഡോർ പോളിസി. ഇനി വളരെ പ്രധാനപ്പെട്ട ചോദ്യം, ഈ ഓപ്പൺ ഡോർ പോളിസി കൊണ്ടുവന്നത് ആര് എന്ന് ചോദിച്ചാൽ ജോൺ ഹേ. ജോൺ ഹേ ആരാണ്? ജോൺ ഹേ. അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ജോൺ ഹേ ആണ് ഏത് പോളിസി കൊണ്ടുവരുന്നത്? ഓപ്പൺ ഡോർ പോളിസി കൊണ്ടുവരുന്നത് എന്ന് ഓർക്കുക. അപ്പൊ മറക്കരുത്, ആരാ കൊണ്ടുവന്നേ? ജോൺ ഹേ ആണ്. അങ്ങനെ അമേരിക്കയും എവിടെ കയറി? ചൈനയിലേക്ക് കയറി. അപ്പോൾ ഒരൊറ്റ രാജ്യത്തെ പോലും തങ്ങളുടെ രാജ്യത്ത് കയറ്റില്ല എന്ന് നിലപാടെടുത്ത ചൈനക്കാർ നോക്കുമ്പോൾ ഇപ്പൊ എല്ലാ കണ്ട കടച്ചാതി സാധനങ്ങൾ മൊത്തം എവിടെ കിടന്ന് നിരങ്ങുക? ചൈനയെ കടന്നു നിരങ്ങുക. അതിനുവേണ്ടി സഹായിച്ച രണ്ട് പോളിസികൾ, ഒന്ന് ഒപ്പിയം ട്രേഡും, രണ്ട് ഓപ്പൺ ഡോർ പോളിസി. ഓക്കെ, മഞ്ജു ഡൈനാസ്റ്റി ഇൻ ചൈന ഗേവ് മെനി ഹെൽപ്സ് ടു ഫോറിൻ പവേഴ്സ്. ഇനിയാണ് ട്വിസ്റ്റ്. അപ്പൊ ചൈനക്കാരെ ചതിച്ചാണ് എല്ലാ വായു നോക്കികളും വന്ന് കയറിയത്. ആരൊക്കെയാ? നമ്മുടെ അമേരിക്ക വന്ന് കയറിയതും അതോടൊപ്പം തന്നെ യൂറോപ്യന്മാർ വന്ന് കയറിയതും ഇംഗ്ലണ്ടുകാരാ. അവരെല്ലാം വന്നത് അമേരിക്കക്കാരെ ചതിച്ചാണ്. പക്ഷേ അമേരിക്ക ഭരിച്ച നമ്മൾ പറഞ്ഞ അവസാനത്തെ രാജവംശം ഏതാ? ക്വിങ് ഡൈനാസ്റ്റി അല്ലെങ്കിൽ നമ്മുടെ മഞ്ജു ഡൈനാസ്റ്റി. ആരുടെ? പുയിയുടെ ഡൈനാസ്റ്റിയായ മഞ്ജു ഡൈനാസ്റ്റിയാണ് ഇപ്പോൾ ചൈന ഭരിക്കുന്നത്. അപ്പൊ ചൈനക്കാരെ ചതിച്ചാണ് ഇവരെല്ലാവരും എവിടെ കയറിയത്? നമ്മുടെ ചൈനയിലേക്ക് കയറിയത്. പക്ഷേ ഈ മഞ്ജു ഡൈനാസ്റ്റി ആ വിദേശ രാജ്യങ്ങൾക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തു. ഒന്ന് ആലോചിച്ച് നോക്കി, എന്തൊരു രാജാക്കന്മാരാണ്! ജനങ്ങളുടെ ഇഷ്ടത്തിനൊപ്പം നിൽക്കേണ്ടവരാണ് രാജാക്കന്മാർ. പക്ഷേ മഞ്ജു ഡൈനാസ്റ്റി ആർക്കൊപ്പം നിൽക്കുക? വിദേശ രാജ്യങ്ങൾക്കൊപ്പം നിൽക്കുന്നു. എ റബല്ലിയൻ ഓർഗനൈസ്ഡ് ബൈ സീക്രട്ട് ഓർഗനൈസേഷൻസ് ഇൻ ചൈന എഗെയിൻസ്റ്റ് ദ റൂൾ ഓഫ് മഞ്ജു ഡൈനാസ്റ്റി. ഒരുപാട് മഞ്ജു ഡൈനാസ്റ്റി ഇങ്ങനെ അങ്ങ് സഹായിക്കുന്നത് കണ്ടപ്പോ ചൈനക്കാർക്ക് ഇഷ്ടപ്പെടുവോ? ഇല്ല. കാരണം ആരെയാ സഹായിക്കുന്നേ? ഫോറിൻ പവേഴ്സിനെയാ. ചൈനയെ ചതിച്ച് വന്നവന്മാരാണ് ആര്? ഫോറിൻ പവേഴ്സ്. അവരെ സഹായിക്കുന്നത് തെറ്റാണ് എന്ന് മഞ്ജു ചേച്ചിയോട് ഒരുപാട് പറഞ്ഞു. ആര്? അവിടുത്തെ സീക്രട്ട് ഓർഗനൈസേഷൻ, അവിടുത്തെ ചില രഹസ്യ സംഘടനകൾ. പക്ഷെ ആര് കേട്ടില്ല? മഞ്ജു ഡൈനാസ്റ്റിയിലെ രാജാക്കന്മാർ അത് അനുസരിച്ചില്ല. അവർ വീണ്ടും 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 ആരെ സഹായിക്കുക? ഫോറിൻ പവേഴ്സിനെ സഹായിക്കുന്നു. അങ്ങനെ മഞ്ജു ഡൈനാസ്റ്റിക്ക് ആദ്യമായിട്ട് അവരൊരു ആയുധം എടുക്കുകയാണ്. ആ കലാപത്തെ വിളിക്കുന്ന പേര് ബോക്സേഴ്സ് റബല്ലിയൻ. ഏതാണ്? ബോക്സേഴ്സ് റബല്ലിയൻ അഥവാ ബോക്സർ കലാപം. ചൈനീസ് ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. അപ്പൊ ബോക്സർ കലാപവും ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ചൈനീസ് റവല്യൂഷനുമായി ബന്ധപ്പെട്ട സമരമാണ് അല്ലെങ്കിൽ കലാപമാണ് ബോക്സേഴ്സ് റബല്ലിയൻ. ആർക്കെതിരെ നടത്തിയ കലാപം എന്ന് ഓർക്കണം. ചൈനയിലെ സീക്രട്ട് ഓർഗനൈസേഷൻസ് ആർക്കെതിരെ? മഞ്ജു ഡൈനാസ്റ്റിക്കെതിരെ നടത്തിയ സമരം നടത്താനുള്ള കാരണം മഞ്ജു ഡൈനാസ്റ്റി ആരെ സഹായിക്കുന്നു? ഫോറിൻ പവേഴ്സിനെ സഹായിക്കുന്നു. ക്ലിയർ ആയേ? ദ സിംബൽ ഓഫ് ബോക്സേഴ്സ് റബല്ലിയൻ ഈസ് ബോക്സേഴ്സ് ഫിസ്റ്റ്. ഇതാണല്ലോ ഇങ്ങനെയാണല്ലോ ബോക്സർമാർ നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ ആ പുതിയ ആലപ്പുഴ ജിങ്കാലാലയോ ആ സിനിമയ്ക്കകത്ത് കാണുന്നുണ്ട് ബോക്സർമാർ ആണ് ഇങ്ങനെ നിൽക്കുന്ന. അപ്പൊ ഇതിന്റെ ഈ മുഷ്ടി ഉണ്ടല്ലോ, ഈ മുഷ്ടിയായിരുന്നു എന്തിന്റെ എംബ്ലം? ഈ കലാപത്തിന്റെ എംബ്ലം. ആര് നടത്തിയ കലാപം? സീക്രട്ട് ഓർഗനൈസേഷൻസ്. ആർക്കെതിരെ? മഞ്ജു ഡൈനാസ്റ്റിക്കെതിരെ നടത്തിയ കലാപത്തിന്റെ എംബ്ലം ഈ ബോക്സർമാരുടെ ഫിസ്റ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് ഈ കലാപത്തെ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ബോക്സേഴ്സ് റബല്ലിയൻ എന്ന് അറിയപ്പെടാനുള്ള കാരണം. പക്ഷേ അത്ഭുതങ്ങളൊന്നും ഇവിടെയും സംഭവിച്ചില്ല. ബ്ലാക്ക് വാർ പരാജയപ്പെട്ടതുപോലെ ബോക്സേഴ്സ് റബല്ലിയനും പരാജയപ്പെടുന്നു. ദിസ് റബല്ലിയൻ വാസ് എ ഫെയിലിയർ. ഈ കലാപവും എന്ത് ചെയ്യുകയാണ്? പരാജയപ്പെടുകയാണ്. അങ്ങനെ ബോക്സർ കലാപവും പരാജയപ്പെടുന്നു. അങ്ങനെ വീണ്ടും മഞ്ജു ഡൈനാസ്റ്റി തന്നെ ഭരിക്കുന്നു. ആരെ സഹായിക്കുന്നു? വിദേശ രാജ്യങ്ങളെ സഹായിച്ച് മഞ്ജു ചേച്ചി ഇങ്ങനെ ഭരണവുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോഴാണ് മറ്റൊരു കലാപം കൂടി. കൃത്യം ബോക്സേഴ്സ് റബല്ലിയന്റെ വർഷം പറഞ്ഞില്ല, ഒന്ന് ഓർത്തോളുക. ബോക്സേഴ്സ് കലാപം നടന്നത് 1900-ലാണ്.
എന്നാണ്. അപ്പൊ ബോക്സേഴ്സ് കലാപം നടന്ന വർഷം എന്ന് ചോദിച്ചാൽ 1900-ലാണ് ആ സീക്രട്ട് ഓർഗനൈസേഷൻസ് ആർക്കെതിരെ, മഞ്ജു ഡൈനാസ്റ്റിക്കെതിരെ കലാപം ഉണ്ടാക്കുന്നത്. അങ്ങനെ കലാപം കഴിഞ്ഞ് കൃത്യം 11 വർഷം കഴിഞ്ഞ് മഞ്ജു ഡൈനാസ്റ്റിക്കെതിരെ വീണ്ടും ഒരു കലാപം നടക്കുന്നു. ഏതു വർഷം? 1911. ആ കലാപത്തിന്റെ പേരാണ് റവല്യൂഷൻ ഓഫ് 1911. അപ്പൊ ചൈനീസ് വിപ്ലവത്തിലെ അല്ലെങ്കിൽ ചൈനീസ് കലാപവുമായി ബന്ധപ്പെട്ട് നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിപ്ലവം 1911 വിപ്ലവം. ദ റവല്യൂഷൻ ദാറ്റ് എൻഡഡ് ദ മൊണാർക്കി ഇൻ ചൈന. ഇതോടുകൂടി ചൈന, അപ്പൊ ആർക്കെതിരെ നടത്തിയ സമരമാണ്? മഞ്ജു ഡൈനാസ്റ്റിക്കെതിരെ നടത്തിയ സമരമാണ്. ആദ്യം ഒരു സമരം നടന്നു മഞ്ജു ഡൈനാസ്റ്റിക്കെതിരെ. അതേത്? ബോക്സർ സബലിയനാണ്. ഏത് വർഷം? 1900. ആരാ കലാപം നടത്തുന്നത്? സീക്രട്ട് ഓർഗനൈസേഷൻ. എന്നാൽ ആ കലാപം പരാജയപ്പെട്ടു. പിന്നീട് ഒരു 11 വർഷത്തേക്ക് മഞ്ജു ചേച്ചിക്കെതിരെ വലിയ പ്രകടനവും പ്രതിഷേധവും ഒന്നും ഉണ്ടായില്ല. വീണ്ടും ഒരു കലാപം മഞ്ജുവിന് നേരിടേണ്ടി വരുന്നു. ഏത് വർഷം? 1911. ഇതോടുകൂടി ചൈനയിലെ മൊണാർക്കി റൂൾ അവസാനിക്കുന്നു, രാജഭരണം അവസാനിക്കുകയാണ്. അപ്പൊ ചൈനയിൽ എന്താ അവസാനിക്കുന്നു? മൊണാർക്കി റൂൾ അവസാനിക്കുന്നു എന്ന് പറഞ്ഞാൽ ആരുടെ ഭരണം അവസാനിച്ചു? മഞ്ജു ഡൈനാസ്റ്റിയുടെ ഭരണം അവസാനിക്കുന്നു. ആ സമയത്ത് ചൈന ഭരിച്ചിരുന്ന രാജാവായിരുന്നു ആര്? പുയി. നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പൊ പുയി അതോടുകൂടിയിട്ട് തോൽക്കുന്നു. പുയി പുറത്തു പോകുന്നതോടെ ഏത് സാമ്രാജ്യം അവസാനിക്കുന്നു? മഞ്ജു ഡൈനാസ്റ്റി അവസാനിക്കുന്നു. ചൈനയിലെ രാജഭരണം അവസാനിക്കുന്നു. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ചൈനയിലെ അവസാനത്തെ രാജവംശം മഞ്ജു രാജവംശം, ചൈനയിലെ അവസാനത്തെ രാജാവ് പുയി എന്ന് നമ്മൾ പറഞ്ഞത്. അപ്പൊ 1911 നടന്ന മഞ്ജു ഡൈനാസ്റ്റിയുടെ ഭരണം അവസാനിപ്പിച്ച ആ കലാപത്തിന്റെ നേതാവ് ആര് എന്ന് ചോദിച്ചാൽ ഡോക്ടർ സൺ യാറ്റ് സെൻ. മറക്കരുത്, വളരെ പ്രധാനപ്പെട്ട പേര്. ചൈനീസ് റവല്യൂഷനുമായി ബന്ധപ്പെട്ട് എന്നും മുഴങ്ങി കേൾക്കുന്ന പേര് ഡോക്ടർ സൺ യാറ്റ് സെൻ. ഏതാണ്? ഡോക്ടർ സൺ യാറ്റ് സെൻ. അപ്പൊ ചൈനയില് 1911 നടന്ന കലാപത്തിന് നേതൃത്വം നൽകിയത് ആര് എന്ന് ചോദിച്ചാൽ ഡോക്ടർ സൺ യാറ്റ് സെൻ. ചൈനയില് രാജഭരണം അവസാനിപ്പിച്ച കലാപം റവല്യൂഷൻ ഓഫ് 1911. റവല്യൂഷൻ ഓഫ് 1911 നേതൃത്വം കൊടുത്തത് ഡോക്ടർ സൺ യാറ്റ് സെൻ. ഇനി ദ പൊളിറ്റിക്കൽ പാർട്ടി ഓഫ് സൺ യാറ്റ് സെൻ. മറക്കരുത്, ഇത് SCRT ഫാക്ട് ആണ്. പൊളിറ്റിക്കൽ പാർട്ടി ഓഫ് സൺ യാറ്റ് സെൻ കുമിങ്താങ് പാർട്ടിയാണ്. മറക്കരുത്, ഏത് പാർട്ടിയാ? കുമിങ്താങ് പാർട്ടി. ഒരു പിഞ്ഞാണം എടുത്ത് താഴെ ഇടുമ്പോൾ കേൾക്കുന്ന സൗണ്ടാണ് അവിടുത്തെ പേരുകൾ മൊത്തം ചൈനയുടെ. അതുകൊണ്ട് തന്നെ കുമിങ്താങ് പാർട്ടി. ഏതാണ്? കുമിങ്താങ് പാർട്ടിയാണ് ചൈനീസ് കലാപത്തില് 1911 നടത്തിയ കലാപത്തിൽ നേതൃത്വം കൊടുത്ത സൺ യാറ്റ് സെന്റെ പാർട്ടി. ഓക്കെ, ദ സ്പിരിച്വൽ ഹെഡ് ഓഫ് ചൈനീസ് റവല്യൂഷൻ എന്നാണ് ഡോക്ടർ സൺ യാറ്റ് സെനെ അറിയപ്പെടുന്നത്. അപ്പം സൺ യാറ്റ് സെനെ ചൈനീസ് വിപ്ലവത്തിന്റെ ആത്മീയ നേതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഡോക്ടർ സൺ യാറ്റ് സെനെയാണ്. അദ്ദേഹം കലാപം നടത്തിയ വർഷം 1911. This revolution ended the monarchy in China and Sun Yat-sen established a republican government in 1912 January 1st. അപ്പോൾ ഒരു പുതിയ തുടക്കം. 1911 കലാപം അവസാനിക്കുന്നു. 1912 ജാനുവരി മാസം 1-ാം തീയതി, ഹാപ്പി ന്യൂ ഇയർ, അന്ന് ഒരു പുതിയ റിപ്പബ്ലിക്കൻ ഗവൺമെന്റ്. അപ്പൊ അതുവരെ നൂറ്റാണ്ടുകളായിട്ട് നമ്മുടെ ക്വിൻ എന്ന് പറയുന്ന രാജവംശം തുടങ്ങിയ ആ ഭരണം അങ്ങ് മഞ്ജുവിൽ അവസാനിക്കുമ്പോൾ ഒരു പുതിയ ലോകം ചൈനയ്ക്ക് മുമ്പിൽ തുറന്നിടുകയാണ്. ചൈന ആദ്യമായിട്ട് റിപ്പബ്ലിക് ആകുന്നത് 1912 ജാനുവരി മാസം 1-ാം തീയതി അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഡോക്ടർ സൺ യാറ്റ് സെൻ, അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് കുമിങ്താങ് പാർട്ടി. ഇനി നോക്കിയേ, ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ചൈനീസ് റിപ്പബ്ലിക്. മറക്കരുത്, ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആര് എന്ന് ചോദിച്ചാൽ ഡോക്ടർ സൺ യാറ്റ് സെൻ ആണ്. ആരാണ്? ഡോക്ടർ സൺ യാറ്റ്. അപ്പൊ ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആര് എന്ന് ചോദിച്ചാൽ ഡോക്ടർ സൺ യാറ്റ്. എന്തുകൊണ്ടും വിശേഷപ്പെട്ട ഒരു പദവി തന്നെയാണ് അദ്ദേഹത്തെ സംബന്ധിച്ച്. കാരണം നൂറ്റാണ്ടുകളായിട്ട് ചൈനയിൽ ഉണ്ടായിരുന്ന രാജഭരണം അവസാനിപ്പിച്ച ഭരണാധികാരിയാണ് സൺ യാറ്റ് സെൻ. 1911 കലാപത്തിലൂടെ അന്ന് ചൈന ഭരിച്ചിരുന്ന രാജവംശം മഞ്ജു ഡൈനാസ്റ്റി അഥവാ ക്വിങ് ഡൈനാസ്റ്റി. ഏതാണ്? ക്വിങ് ഡൈനാസ്റ്റി. അങ്ങനെ ചൈനീസ് റിപ്പബ്ലിക് ആകുന്ന 1912 ജാനുവരി മാസം 1-ാം തീയതി ചൈന എന്തായിട്ട് മാറുന്നു? റിപ്പബ്ലിക് ആയിട്ട് മാറുന്നു. ആ റിപ്പബ്ലിക്കിന്റെ ഹെഡായിട്ട് ആര് വരുന്നു? സൺ യാറ്റ് സെൻ വരുന്നു. ഇനി ഐഡിയോളജീസ് ഓഫ് സൺ യാറ്റ് സെൻ. സൺ യാറ്റ് സെൻ ചൈനയിൽ നടപ്പിലാക്കിയ ഐഡിയോളജികൾ. മറക്കരുത്, SCRT ഫാക്ട് 1 നാഷണാലിസം, 2 ഡെമോക്രസി, 3 സോഷ്യലിസം. ഏതൊക്കെയാണ്? നാഷണാലിസം, ഡെമോക്രസി, സോഷ്യലിസം. അപ്പൊ ഐഡിയോളജീസ് ഓഫ് സൺ യാറ്റ് സെൻ എന്ന് ചോദിച്ചാൽ NDS. ഏതാണ്? NDS. നാഷണാലിസം, ഡെമോക്രസി, സോഷ്യലിസം. ഇത്രയുമാണ്
ഐഡിയോളജീസ് ഓഫ് സന്യാൻസ്. അപ്പം നിങ്ങളുടെ സമാധാന വൈദ്യമേ ആ ചൈനീസ് വിപ്ലവം കഴിഞ്ഞല്ലോ എന്നുള്ളത് ഇല്ല, ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. ഇനി സന്യാൻസനൊക്കെ മാറും. അപ്പോൾ നോക്കിയേ, അടുത്തത് മെയ് 4th മൂവ്മെന്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യം. മെയ് 4th മൂവ്മെന്റ് വാസ് റിലേറ്റഡ് ടു. മെയ് 4th മൂവ്മെന്റ് എന്നത് ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ചൈനീസ് റവല്യൂഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് മെയ് 4th റവല്യൂഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു ബ്ലാക്ക് വാഴ്സ് ഏത് റവല്യൂഷനുമായി ബന്ധപ്പെട്ടതാണ്? ചൈനീസ് റവല്യൂഷനുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ മെയ് 4 വിപ്ലവം ഏത് റവല്യൂഷനുമായി ബന്ധപ്പെട്ടു എന്ന് ചോദിച്ചാൽ ചൈനീസ് റവല്യൂഷനുമായി ബന്ധപ്പെട്ടതാണ്. എന്താണ് മെയ് 4 മൂവ്മെന്റ് അല്ലെങ്കിൽ മെയ് 4th മൂവ്മെന്റ് എന്ന് ചോദിച്ചാൽ 1919 നമുക്കറിയാം. 1919 ഒരു പ്രത്യേകതയുണ്ട്. 1914 മുതൽ 18 വരെ നീണ്ടു നിന്ന യുദ്ധമാണ്. ഏത് യുദ്ധം? ഫസ്റ്റ് വേൾഡ് വാർ. ആ ഫസ്റ്റ് വേൾഡ് വാർ അവസാനിപ്പിച്ചത് ഏത് വർഷമാണ്? 1919. 1919 വേഴ്സൈലസ് ട്രീറ്റി, വേഴ്സായി ഉടമ്പടി പ്രകാരമാണ് ഫസ്റ്റ് വേൾഡ് വാർ അവസാനിക്കുന്നത്. ആ ഫസ്റ്റ് വേൾഡ് വാറിൽ ഒപ്പുവെച്ച അല്ലെങ്കിൽ ആ ഫസ്റ്റ് വേൾഡ് വാർ അവസാനിപ്പിച്ച വേഴ്സായി ഉടമ്പടിക്കെതിരായിട്ട് അവിടുത്തെ ഏകദേശം 13 യൂണിവേഴ്സിറ്റികൾ, ബീജിംഗ്, ചൈനയിലെ ബീജിംഗിലുള്ള 13 യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ അവിടെ ഒത്തുകൂടുന്നു. ഏത് സ്ക്വയറിൽ? ടിനാനൻമെൻ സ്ക്വയർ എന്ന് പറയുന്ന ഒരു സ്ക്വയറിൽ ഒത്തുകൂടുന്നു. ഏത് ദിവസം? മെയ് മാസം 4-ാം തീയതി. ഏത് വർഷം? 1919. ഈ സംഭവത്തെ വിളിക്കുന്ന പേരാണ് മെയ് 4th മൂവ്മെന്റ്. അപ്പൊ മെയ് 4th മൂവ്മെന്റ് ഏത് റവല്യൂഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ചൈനീസ് റവല്യൂഷനുമായി ബന്ധപ്പെട്ട സംഭവമാണ് മെയ് 4th മൂവ്മെന്റ് എന്ന് ഓർക്കുക. Name the political party formed in China with the help of Russia during the rule of Dr. Sun Yat-sen. നമുക്കറിയാം 1911 സൺ യാറ്റ്സന്റെ നേതൃത്വത്തിൽ മഞ്ചു ഡൈനാസ്റ്റിക്കെതിരെ കലാപം ഉണ്ടാക്കുന്നത്. അതോടുകൂടി മഞ്ചു ഡൈനാസ്റ്റിയുടെ ഭരണം അവസാനിക്കുന്നു. 1912 ആര് ഭരിക്കുന്നു? സൺ യാറ്റ്സനും അദ്ദേഹത്തിന്റെ പാർട്ടിയായ കുമിങ്താങ് പാർട്ടിയും കൂടി ചേർന്ന് ചൈനയിൽ ഒരു റിപ്പബ്ലിക്കൻ ഗവൺമെന്റ് സ്ഥാപിക്കുന്നു. അങ്ങനെ സൺ യാറ്റ്സൻ അദ്ദേഹത്തിന്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നു. 3 ഐഡിയോളജികളുണ്ട് സൺ യാറ്റ്സന്. ഏതൊക്കെയാ? നാഷണാലിസം ഉണ്ട്, ഡെമോക്രസി ഉണ്ട്, സോഷ്യലിസം ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അങ്ങനെ ആ ഐഡിയോളജി വെച്ച് അദ്ദേഹം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചൈനയിൽ ഒരു പുതിയ പാർട്ടി കൂടി വരുന്നത്. അവിടെ ആകെ ഒരൊറ്റ പാർട്ടി ഉണ്ടായിരുന്നുള്ളൂ. പാർട്ടി ഏതാ? നമ്മുടെ സൺ യാറ്റ്സന്റെ പാർട്ടിയാ. ഏതാ പാർട്ടി? കുമിങ്താങ് പാർട്ടി ആയിരുന്നു. അങ്ങനെ കുമിങ്താങ് പാർട്ടിക്കൊപ്പം ഒരു പുതിയ പാർട്ടി കൂടി ചൈനയിൽ ഉണ്ടാകുന്നു. ആ പാർട്ടിയുടെ പേരാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഥവാ CCP. ഏതാണ്? ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായ വർഷം 1921 വിത്ത് ദ ഹെൽപ്പ് ഓഫ് റഷ്യ. നമ്മൾ റഷ്യൻ റവല്യൂഷൻ പഠിച്ചപ്പോൾ പറഞ്ഞതാണ് 1917 റഷ്യൻ റവല്യൂഷൻ ആരംഭിക്കുന്നു. ആ റഷ്യൻ റവല്യൂഷന്റെ ഏറ്റവും വലിയ റിസൾട്ട് എന്തായിരുന്നു? ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ സ്പ്രെഡായി എന്നും അങ്ങനെ ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യയിൽ ഉണ്ടായ പാർട്ടിയാണ് CPI അഥവാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. അതുപോലെ ഒരു കഷ്ണം എവിടേക്കും പോയടേ? ചൈനയിലേക്കും പോയി. അങ്ങനെ ചൈനയിൽ ഉണ്ടായ പാർട്ടിയാണ് ഏത് പാർട്ടി? കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഏത് വർഷം? 1921. ദ മെയിൻ ലീഡർ ഓഫ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. എക്സാമിന് പലതവണ ചോദിച്ച ചോദ്യമാണ്. ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ്, ചൈനീസ് റവല്യൂഷന്റെ ഹീറോ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? മാവോ സേതുങ് ആണ്. മറക്കരുത്, ആരാണ്? മാവോ സേതുങ്. അപ്പം സൺ യാറ്റ്സൻ ആണ് ഇപ്പോഴും ചൈന ഭരിക്കുന്നത്. ആ സൺ യാറ്റ്സൻ ചൈന ഭരിക്കുന്ന സമയത്ത് റഷ്യയുടെ സഹായത്തോടെ ഒരു പുതിയ പൊളിറ്റിക്കൽ പാർട്ടി എവിടെ ഉണ്ടാകുന്നു? ചൈനയിൽ ഉണ്ടാകുന്നു. ഏത് വർഷം? 1921. ആ പാർട്ടിയുടെ പേര് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ആര് എന്ന് ചോദിച്ചാൽ അത് മാവോ സേതുങ് ആണ്. ഇനിയാണ് ചൈനയിൽ ഏറ്റവും വലിയ മറ്റൊരു ട്വിസ്റ്റ് നടക്കാൻ വേണ്ടി പോകുന്നത്. ഇൻ ദ ബിഗിനിങ് ഓഫ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആൻഡ് കുമിങ്താങ് പാർട്ടി കോപ്പറേറ്റഡ് വിത്ത് ഈച്ച് അതർ. തുടക്കത്തിൽ നമുക്കറിയാം 2 പാർട്ടികൾ ഉണ്ടായിരുന്നു. ഏതൊക്കെയാ? ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമുണ്ട്, കുമിങ്താങ് പാർട്ടിയുമുണ്ട്. തുടക്കത്തിലെ 2 പാർട്ടികളും ഒരുമിച്ചാണ് പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ ഇടയ്ക്ക് വെച്ച് സൺ യാറ്റ്സൻ ക്യാൻസർ ബാധിതനായിട്ട് മരിക്കുകയും സൺ യാറ്റ്സന്റെ പിൻഗാമിയായിട്ട് ചിയാങ് കൈഷക്ക്, ആരാണ്? ചിയാങ് കൈഷക്ക് എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ പുതിയ ഭരണാധികാരിയായിട്ട് ചൈനയിലേക്ക് എത്തുകയും ചെയ്തതോടെ ഈ ബന്ധം അവസാനിക്കുന്നു. ആരൊക്കെ തമ്മിലുള്ള ബന്ധം? ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കുമിങ്താങ് പാർട്ടിയും തമ്മിലുള്ള ബന്ധം അവസാനിക്കുന്നു. അപ്പൊ സൺ യാറ്റ്സന്റെ ഭരണകാലത്ത് ഒരുമിച്ച് നിന്ന ഈ 2 പാർട്ടികൾ ചിയാങ് കൈഷക്കിന്റെ കാലത്ത് 2ആയിട്ട് പിരിയണമെങ്കിൽ എന്തൊക്കെയോ കാരണങ്ങളുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്. ആർക്ക്? ചിയാങ് കൈഷക്കിന്. അതെന്താണ് എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അപ്പം അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാലൻസ് വീഡിയോയുമായിട്ട് കാണാം. ബൈ.